അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളങ്ങനെ മൈസൂരേക്ക് വന്നതായിരുന്നു ലോഡ് എടുക്കാൻ. മൈസൂർ ഓഫീസിൽ നമുക്ക് മൈസൂർ ഓഫീസിൽ നിന്ന് ലോഡ് കിട്ടിയത് പെരുമ്പാവൂർക്കാണ്. പഞ്ചസാര ലോഡാണ് കിട്ടിയത്. അപ്പോൾ അത് കയറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ നമ്മൾ കമ്പനിയിൽ എത്തിയിട്ടുണ്ട്. വണ്ടി അവിടെ പാർക്കിങ്ങിൽ നിർത്തിയതായിരുന്നു. ഞാൻ ഓഫീസിൽ പോയതായിരുന്നു ഷീട്ട് കൊണ്ട്. അപ്പോൾ ഉള്ളിൽ കയറാൻ പറഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ കയറണം. ഹേമാവതി ഷുഗർ ഫാക്ടറി എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ശ്രീനിവാസപുര അതാണ് സ്ഥലപ്പേര്. അപ്പം നമ്മൾ കമ്പനീൻ്റെ ഉള്ളിൽ കയറട്ടെ. ഇതാണ് കമ്പനീൻ്റെ ഉള്ളിൽ. അല്ല കപ്പലേക്ക് നോക്കിയ മാതിരിയുണ്ട്. ഫുള്ള് മെഷീനറിയാണ്. കരിമ്പ് കൊടുന്ന് ഇറക്കുന്ന സ്ഥലമാണത്. ഇവിടെ കരിമ്പ് കൊടുന്ന് ഇറക്കിയിട്ട് മെഷീനിൽ അങ്ങനെ ഉള്ളിൽ പോകും. എന്നിട്ട് അവിടെ നിന്നൊക്കെ ജ്യൂസൊക്കെ അടിച്ചിട്ടാണ് ഇതിൻ്റെ നീരൊക്കെ എടുത്ത് പഞ്ചസാര ആകെ തോന്നുന്നുണ്ട്. നമ്മൾ ബ്രിഡ്ജിൽ തൂക്കിക്കാണ്ട് ഇറങ്ങുകയാണ്. ഇനി അവിടെയാണ് നമുക്ക് പോകാനുള്ളത്. ആ കാട്ടിക്ക് പോകണം കയറ്റാൻ. ലോഡിങ് നടന്നെടുക്കുകയാണ്. മെഷീനിൽ ഇങ്ങനെ എത്തും വണ്ടി കേട്ടോ ലോഡ്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നടക്കും. 3/4 മണിക്കൂർ കൊണ്ട് വണ്ടി ലോഡായി കിട്ടും. ഇതിലെങ്ങനെ വന്നുകൊണ്ടിരിക്കും. പൻസാറിൻ്റെ ഒരു മലയാണ്, ഗോഡൗണാണ്. അപ്പോൾ ലോഡ് നടന്നുകൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ലോഡൊക്കെ കയറ്റി ഇനി പായിടട്ടെ. പായിട്ട് കഴിഞ്ഞിട്ട് വേണം ബില്ലിന് പോയി നോക്കാൻ. അതിനെ പായില്ലടാ. കരിമ്പ് വണ്ടികൾ എങ്ങനെ വരിക്ക് വന്ന് കിടക്കുന്നുണ്ട്. കണ്ടമാനം വണ്ടിയാണ്. ബ്രിഡ്ജിൽ തൂക്കുക, വന്നിട്ട് ഇറക്കുക. മെഷീനിൽ അങ്ങനെ പൊക്കിയെടുക്കും. നമ്മളെ വണ്ടി പണിയൊക്കെ കഴിഞ്ഞേക്കണം. ഇനി ബില്ല് കെട്ടണം. ബില്ലിനൊന്ന് പോയി നോക്കണം. അൺലോഡിങ് അങ്ങനെ ആയിക്കൊണ്ട് നിൽക്കണം അവിടെ. അപ്പോൾ പല പരിപാടി നടക്കട്ടെ. നമ്മൾ പരിപാടി നോക്കുക. ബില്ലിന് പോയി നോക്കട്ടെ. ഗേറ്റിങ്ങിൽ എത്തിക്കണോ എന്ന് പോയി നോക്കട്ടെ ആദ്യം. അപ്പോൾ ബില്ലൊക്കെ കിട്ടി. പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോന്നു. നമ്മൾ ശ്രീരംഗപട്ടണം എത്തിയിട്ടുണ്ട്. ശ്രീരംഗപട്ടണം ഒരു 50 കിലോമീറ്റർ പോയിട്ട് നമുക്ക് ലോഡ് കയറ്റാണ്ടായിരിക്കാം. ശ്രീരംഗപട്ടണം എത്തിയിട്ടുണ്ട്. എങ്ങനെ പോകണം? ഫോറസ്റ്റ് അടവായിരിക്കും. ഫോറസ്റ്റിൽ പോയി നിർത്തിയിട്ട് വിശ്രമിച്ച് രാവിലെ തുറക്കുമ്പോൾ എടുത്തിട്ട് പോകണം. അപ്പോൾ നമ്മൾ രാവിലെ കാട് തുറന്ന് കാട്ടിൽ കയറി. നമ്മൾ ഫോറസ്റ്റിലാണ്. ബന്ദിപ്പൂർ കഴിഞ്ഞ് മുതുമല ഫോറസ്റ്റിലാണ്. ഇപ്പോൾ ഫോറസ്റ്റൊക്കെ ഒന്ന് തന്നെയാണ്. ഓരോ സ്റ്റേറ്റിൻ്റെ അടുത്ത് ഓരോ പേരിലെന്നുള്ളൂ കേട്ടോ. ഫോറസ്റ്റിലാണ്. മൃഗങ്ങളൊക്കെ കണ്ട് ഫോറസ്റ്റിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് കാണാം നമ്മൾ ലോഡ്. ചുരം സ്റ്റാർട്ടിങ്ങിൽ നാടുകാണിയാണ് ഇപ്പോൾ. ഇത് ആകെ ബ്ലോക്കാണ്. ടൂറിസ്റ്റ് വണ്ടികൾ, കുറേ ടൂറിസ്റ്റ് വണ്ടികളുണ്ട്. ഓരോരുത്തർ മുമ്പിൽ ഏതോ വണ്ടിക്കാർ സൈഡാക്കി കടന്നു. ആകെ ബ്ലോക്കാണ്. ഈ 2 വണ്ടി സൈഡാക്കിയതിനുള്ള ബ്ലോക്കാണ് ഇപ്പോൾ. ചെയ്യാം. അപ്പോൾ നിലമ്പൂർ എത്തിയിട്ടുണ്ട് നമ്മൾ. നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൻ്റെ അടുത്തെത്തി. അതാണ് തേക്ക് മ്യൂസിയം. ഇതാണ് തേക്ക് മ്യൂസിയം. നിലമ്പൂർ തേക്ക് മ്യൂസിയം. അപ്പോൾ നമ്മളിത് എവിടെയെങ്കിലും സൈഡാക്കി നിർത്തണം. വെയിൽ ചൂടായി. പിന്നെ വൈകുന്നേരത്തെ എടുത്ത് പോകണം.
വെയിൽ ചൂടാറിയിട്ട് രാവിലെ കൊടുത്താൽ മതി ഡെലിവറി. അപ്പം നല്ലൊരു തണൽ നോക്കി സൈഡാക്കണം വണ്ടി. നിലമ്പൂർ തേക്കിൻ്റെ മറ്റൊരു ഭാഗമാണിത്. റിസർവ് ഫോറസ്റ്റാണ്. അപ്പോൾ ഇവിടെ മുമ്പിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ട് വണ്ടി നമുക്ക് സൈഡാക്കാൻ. തേക്ക് ഇങ്ങനെ വെട്ടി നിറച്ച് കൂട്ടിച്ചേക്കണല്ലേ. ഫോറസ്റ്റ് സെൻട്രൽ ഡിപ്പോ. അപ്പോൾ നമുക്ക് ഇവിടെ അടിയിൽ സൈഡാക്കണം. മുമ്പിൽ ഗ്യാപ്പ് ഉണ്ടാക്കാം. അവീന ഷെഡ് കഴിഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഉണ്ടാകാം. സ്വാഗതം കനോലി പ്ലോട്ട്. ആ കനോലി പ്ലോട്ടൊക്കെ ഇതിലാണ് പോകല്. നോക്കാം. അപ്പം നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു തണലുണ്ട് ഇവിടെ സൈഡാക്കാം നമ്മൾ. അപ്പോൾ നമുക്ക് നല്ലൊരു തണൽ കിട്ടി. ഇനി നമ്മളിവിടെ സൈഡാക്കിയിട്ട് ഇവിടെ വൈകുന്നേരം പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. വെയിലിൻ്റെ ചൂടൊക്കെ മാറട്ടെ, വിശ്രമിക്കാം. വടപുറം പാലം. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് യാത്ര വീണ്ടും പുറപ്പെട്ടു. ഇനി പെരിന്തൽമണ്ണ, പട്ടാമ്പി, തൃശ്ശൂർ അങ്ങനെ പോകും. തൃശ്ശൂർ ഊട്ടി ഹൈവേ റോഡാണ്. റോഡ് പണിയൊക്കെ കഴിഞ്ഞിരിക്കണ്. വീതി വളരെ കുറവാണ്. ഓരോരോ അടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കൂട്ടി വെച്ചാണെങ്കിൽ ഇത് രണ്ട് വണ്ടി, വലിയ വണ്ടി രണ്ടെണ്ണം കറക്റ്റ് പാസിങ്ങാണ്. ഏതായാലും നന്നാക്കിക്കണോ, അതന്നെ സമാധാനം. വളരെ മോശമാണ് റോഡ്. അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ചാലക്കുടിയിലാണുള്ളത്. പെരുമ്പാവൂർ എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ വഴിയിൽ ചാലക്കുടിയിൽ കുറച്ച് ഇറക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചാലക്കുടിയിൽ പകുതി ഇറക്കണം, എന്നിട്ട് പകുതി പെരുമ്പാവൂർക്ക് കൊണ്ട് പോകണം. ചാലക്കുടി മാർക്കറ്റാണ്. മൂത്തേടൻ ട്രേഡേഴ്സ്. അപ്പോൾ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. പുറപ്പെടുമ്പോഴൊക്കെ ഒരു ഡെലിവറി എന്നാണ് പറയല്. പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഡെലിവറി ഒക്കെ അങ്ങനെ കണക്കന്നെ, 1-2 ആവും. അതാണ് ഒരു ഗോഡൗണ്. ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറക്കിയിട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ട് പെരുമ്പാവൂർ പോകണം. അത് ഇറക്കി കഴിയട്ടെ. അപ്പോൾ നമ്മൾ പെരുമ്പാവൂരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വണ്ടി കാലേൻ്റെ ഇവിടെ സാറ്റർഡേസ് അത് ഗോഡൗണിൽ വണ്ടി കാലിയായി. പിന്നെ അടുത്ത ലോഡ് നോക്കട്ടെ. ഗോഡൗണിൽ നിന്ന് പുറത്തിറങ്ങട്ടെ. അതായത് അപ്പോൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് നമ്മളിങ്ങനെ പിന്നെ നമ്മളെ ഗോഡൗണിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെ കൊടുത്ത് നിർത്തിയതാണ്. നമുക്കിനി വാടക കിട്ടണം. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളിങ്ങനെ ചോറും കറിയൊക്കെ കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞാൽ കറിൻ്റെ പണിയിലാണ്. കുറച്ച് പച്ചക്കറി ഒന്ന് വെട്ടി നുറുക്കി വെച്ചേക്കണം. ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടാണത്. അപ്പോൾ അവിടെ നിർത്തിക്കണം. അപ്പോൾ വാടക കിട്ടണം. അപ്പോൾ അടുത്ത ലോഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അടുത്ത ലോഡ് പെട്ടെന്ന് സെറ്റാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഭക്ഷണം റെഡി ആക്കട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക. നമ്മൾ പുതുതായിട്ട് ആരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളെ മുമ്പിലുണ്ടാവും. അപ്പോൾ നമ്മൾ തൽക്കാലം ഈ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ.